ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പം അവിടെ ഒരു പത്രം ഇരിക്കുന്നത് കണ്ടു. ആ ടൈമിൽ എൻ്റെ പപ്പ കുറച്ച് മദ്യപിക്കുമായിരുന്നു. അപ്പം വീട്ടിൽ കുറച്ച് സമാധാനക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പത്രം വെറുതെ എടുത്ത് വായിച്ചപ്പം ആദ്യത്തെ സാക്ഷ്യം തന്നെ ഒരു ചേട്ടൻ മദ്യപാനം നിർത്തിയതിനെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ആ ഇതിനകത്തുണ്ടായിരുന്ന സാക്ഷ്യം മുഴുവനായിട്ട് വായിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, ദൈവം ഇത് ആലപ്പുഴയാണല്ലോ, എന്നെക്കൊണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ പോയിട്ട് അത് ഞാൻ ഒന്നും കൂടെ നോക്കിയപ്പോൾ അതിൽ ലൈറ്റൊക്കെ പ്രെയർ കണ്ടു. അപ്പം ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് അതിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അപ്പം എനിക്കൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് പപ്പ മദ്യപാനം നിർത്തണമെന്ന്. അപ്പം പിറ്റേ ദിവസം തന്നെ പപ്പയ്ക്ക് അറിയുന്ന ഒരു ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ പത്രം കൊടുത്തിട്ട് പറഞ്ഞു പപ്പയ്ക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അന്നാണ് എനിക്ക് അമ്മ മാതാവിൽ വിശ്വാസം ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ തലേന്ന് രാത്രിയാണ് ആ പ്രെയർ റിക്വസ്റ്റ് ഇട്ടത്. പിറ്റേന്ന് രാവിലെ തന്നെ പപ്പ ഇത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു, അത്രയധികം സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പപ്പയുടെ മദ്യപാനം മാറി. പപ്പ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ പപ്പ മദ്യപിച്ചിട്ടില്ല. മുടങ്ങാതെ ഇവിടെ വന്ന് പുതുക്കുകയും എല്ലാ കാര്യങ്ങളും പപ്പ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ BSc നഴ്സിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഞാൻ 5 വിഷയത്തിനും തോറ്റു. അത് 1-2 മാർക്കിനായിരുന്നു തോറ്റത്. എനിക്ക് എങ്ങനെയാണ് എക്സാം അപ്പിയർ ചെയ്യേണ്ടതെന്നോ എന്താ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നമുക്കറിയാം ഒരു എത്ര ലക്ഷം കൊടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അതെൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ വലിയ വേദനയായിരുന്നു. അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഉടമ്പടി എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ പപ്പയുടെ കൂടെ വന്ന് 2022 മാർച്ച് 7 ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ പാലിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ സപ്ലീൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പിന്നെയും 2 വിഷയം ഞാൻ ഫെയിലായി. അത് അനാട്ടമി സൈക്കോളജി ആയിരുന്നു. അനാട്ടമി എനിക്ക് എത്ര പഠിച്ചിട്ടും ഒന്നും ചെയ്യാനാവുന്നില്ലായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് വരെ 10 മണി വരെ ഞാൻ കരയുമായിരുന്നു, എനിക്കൊന്നും പഠിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ ഫെയിലായാൽ എൻ്റെ അമ്മയ്ക്ക് എത്ര സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ഈശോയുടെ എൻ്റെ അടുത്തൊരു കരുണയുടെ ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മയൊന്ന് ചിരിച്ചാൽ മതി എന്നായിരുന്നു. അപ്പം എൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ 2 വിഷയവും ക്ലിയർ ആക്കി. സെക്കൻഡ് ഇയർ സെക്കൻഡ് ക്ലാസ്സോട്ടാണ് ഞാൻ പാസ്സായത്. എനിക്ക് എക്സാമിന് ഒന്നും അറിയത്തില്ലായിരുന്നു. ഫാർമക്കോളജി ഒന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കറിയുന്ന ഡ്രഗിൻ്റെ ഒക്കെ പേരാണ് ഞാൻ എഴുതിയിരുന്നത്. പിന്നെ ഞാൻ കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി 3rd ഇയർ ആയപ്പോഴത്തേക്കും. എന്നിട്ട് 3rd ഇയറിലെ എക്സാമിന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇനി ഞാൻ പാസ്സാകുമെന്ന്. കാരണം ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു. പിന്നെ തൈലം എഴുത്ത് നെറ്റി പുരട്ടി, അതുപോലെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ നെറ്റിയിൽ പുരട്ടി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ 3rd ഇയറിൻ്റെ എക്സാം എഴുതിയിട്ട്